Hi friends, welcome to SajuS TastelanD. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എങ്ങനെ നല്ല റവ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണാം. അപ്പോൾ നമുക്കിത് ഒട്ടും കട്ട കെട്ടാതെ അതുപോലെ തന്നെ ഒട്ടി പിടിക്കാതെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നല്ല രുചിയോട് കൂടി എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കിയെടുക്കാമെന്ന് കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നപ്പോൾ 2 കപ്പ് റവ ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം 1 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റവ നമുക്ക് വറുത്തിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. രുചി കൂടാനും അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് ഇതുപോലെ അപ്പോൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. അതെല്ലാം നമുക്ക് റവ കുറച്ച് നാളത്തേക്ക് റോസ്റ്റ് ചെയ്ത് വെക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓയിലൊന്നും എടുക്കാതെ തന്നെ നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇപ്പം നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോൾ ആ പാത്രത്തിലേക്ക് തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയിൽ കൂടി എടുക്കുന്നുണ്ട്. ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഓയിലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിക്ക് തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കടുക് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഉഴുന്നുപരിപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. അപ്പോൾ ഉഴുന്നുപരിപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഉഴുന്നുപരിപ്പ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും. ഇനി ഒരു സവോളയുടെ ഒരു 1/4 ഭാഗം വളരെ കനം കുറച്ച് അരിഞ്ഞത് കൂടി ഞാനിതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സവോള എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുത്താലും മതി. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഇനി ഒരു ക്യാരറ്റിൻ്റെ പകുതി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്, കാണാനും ഒരു ഭംഗിയാണ്. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ഞാൻ എടുക്കുന്നുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഒരുപാട് എടുക്കരുത്. അപ്പോൾ ഇടയ്ക്ക് അതിങ്ങനെ കടിക്കുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് അവർക്കൊരു ബുദ്ധിമുട്ടായി തോന്നും. ഇനി ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. നമ്മുടെ ഈ സവോള അതുപോലെ തന്നെ ഈ ക്യാരറ്റൊക്കെ ജസ്റ്റ് ഒന്ന് ചുരുങ്ങി വരണം. ആ രീതിയിലായാൽ മാത്രം മതി. അങ്ങനെ ഒരുപാട് അങ്ങോട്ട് കളറ് മാറി പോകേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിലേക്ക് വളരെ കുറച്ചൊരു 5-6 കാഷ്യൂനട്ട് കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നിർബന്ധമില്ല കേട്ടോ, ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് ചേർക്കാം. അപ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. പക്ഷേ കാണാനൊക്കെ ഒരു നല്ല ഭംഗിയാണ് മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ. എന്നിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മഞ്ഞൾപ്പൊടി ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി കരിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറും. ഇപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ റവ അളന്നെടുത്തിരിക്കുന്നത് ആ പാത്രത്തിൽ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ വെള്ളം ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലായിരുന്നു റവ അളന്നെടുത്തിരുന്നത്. 2 കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ 2 കപ്പ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഈ 2 കപ്പ് റവയ്ക്ക് 1 ടീസ്പൂണ് ഉപ്പ് നല്ല പാകമായിട്ടുണ്ടാവും, അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. തിളയ്ക്കാനാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെള്ളത്തിൻ്റെ അളവാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എത്രത്തോളം റവ എടുക്കുന്നുണ്ട് ആ സെയിം അളവിൽ തന്നെ വേണം നമ്മൾ വെള്ളവും എടുക്കാനായിട്ട്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഒട്ടിപ്പിടിക്കാതെ കട്ട കെട്ടാതെയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ തരിതരി പോലെ ഇങ്ങനെ വേറിട്ട് വരുള്ളൂ. അപ്പോൾ വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്, അതുപോലെ തന്നെ കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. അതങ്ങനെ അങ്ങോട്ട് വെന്ത് കിട്ടില്ല, ഭയങ്കര ഹാർഡായിട്ടൊക്കെ ഇരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്കിതിലേക്ക് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും 1 ടേബിൾ സ്പൂണ് നെയ്യ് കൂടി ഇതിലേക്ക് ഇങ്ങനെയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 3 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിലിങ്ങനെ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് വേറിട്ടിങ്ങനെ നന്നായിട്ടിങ്ങനെ എന്താ പറയുക പൊടിഞ്ഞ് പോവും. അപ്പോൾ അതൊരു നല്ലൊരു ടിപ്പാണ്. നമ്മൾ കുറച്ച് നേരം ആവി കയറ്റാൻ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ഓയിലൊന്ന് തൂവി കൊടുത്തതിന് ശേഷം ഇതുപോലെ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഉപ്പുമാവ് കിട്ടും. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും കട്ട കെട്ടാതെ ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പണി. ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് എന്നാൽ കട്ടയൊന്നും കെട്ടാതെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇതുവരെ ഉണ്ടാക്കിയിട്ട് ശരിയാവാത്തവരെല്ലാം ഇങ്ങനെ തന്നെയൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻസായി കിട്ടും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.